ചാനൽ ചർച്ചകളിലും സമൂഹമാധ്യമങ്ങളിലും ഹണി റോസിനെ അപമാനിക്കുന്നു എന്ന് കാട്ടിയാണ് തൃശൂർ സ്വദേശി സലിം എറണാകുളം സെൻട്രൽ പോലീസിൽ രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയത്. അതേസമയം ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ നൽകിയ പരാതിയിൽ ഇതുവരെ കേസെടുത്തില്ല. നിയമവിദഗ്ധരുമായുള്ള കൂടിയാലോചനയ്ക്കു ശേഷം ഇന്ന് കേസെടുത്തേക്കും. കേസ് സൈബർ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുമോ എന്നാണ് പരിശോധിക്കുന്നത്. അങ്ങനെയെങ്കിൽ സൈബർ പോലീസിന് കൈമാറും. അതേസമയം പൊതുബോധം തനിക്കെതിരെ തിരിക്കാൻ പാകത്തിലും കടുത്ത മാനസിക വ്യഥയിലേക്കും ജീവനൊടുക്കലിലേക്കും നയിക്കുന്ന ആസൂത്രിത കുറ്റകൃത്യമാണ് രാഹുൽ ഈശ്വർ ചെയ്തതെന്നാണ് ഹണി റോസ് ചൂണ്ടിക്കാട്ടുന്നത്. ഹണി റോസിന്റെ ആരോപണങ്ങൾക്കുള്ള രാഹുൽ ഈശ്വറിന്റെ മറുപടി ഇങ്ങനെ: ഞാൻ എന്തെങ്കിലും ഒരു വാക്കിൽ എങ്കിലും ഹണിയോട് ആഭാസമോ അസഭ്യമോ മോശമോ പറഞ്ഞു എന്ന് ആരെങ്കിലും കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ജയിലിലിടണം. ഇല്ലെങ്കിൽ വിമർശനമാണെന്ന് പക്വതയോടുകൂടി കാണണം. ഹണി റോസ് വിമർശനത്തിന് അതീതയാണെന്ന് നമ്മൾ കരുതുന്നത് എന്തിനാണ്? ഹണി റോസ് പരാതി നൽകിക്കോട്ടെ, അവരുടെ റൈറ്റ് ആണ്. ഞാൻ അഡ്വക്കേറ്റ് ആണ്, ഞാൻ തന്നെ വാദിക്കാം. ഒരു തൃശൂർ സ്വദേശി കൂടെ എനിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. പുള്ളിക്ക് എന്താ ഈ വിഷയത്തിൽ ലോക്കൽ സ്റ്റാൻഡി, അല്ലെങ്കിൽ പുള്ളി എന്താ ഈ വിഷയത്തിൽ, അതായത് ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതിന് വേറൊരാൾക്ക് പരാതി കൊടുക്കാൻ പറ്റും? ഹണി എനിക്കെതിരെ പരാതി നൽകിയത് കൊണ്ട് ഹണിയെ കുറിച്ചുള്ള വിമർശനം ഒരിഞ്ച് പോലും കൂടുതലോ ഒരിഞ്ച് പോലും കുറവോ ചെയ്യില്ല. ഒരു പൊടിക്ക് പോലും ഹണിക്കെതിരെയുള്ള വിമർശനം ഞാൻ കൂട്ടില്ല. ഒരു പൊടിക്ക് പോലും ഹണിക്കെതിരെയുള്ള വിമർശനം ഞാൻ കുറയ്ക്കുകയില്ല. ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തതിന് പിന്നാലെ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെപ്പറ്റി സദാചാര ശൈലിയിൽ പരാമർശിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. ഇതോടെ ഹണി റോസിനെതിരായ സൈബർ ആക്രമണം കടുത്തു. അതേസമയം ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യഹർജി അടിയന്തരമായി പരിഗണിക്കേണ്ട ആവശ്യമില്ലെന്ന് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചൂണ്ടിക്കാട്ടി. ചൊവ്വാഴ്ച വരെ ജയിലിൽ തുടരാനും കോടതി നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.